ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമ. ഏവർക്കും നമസ്കാരം. ഞാൻ ഷിജു ആചാരി പവനൂർ, വിശ്വബ്രഹ്മ സമൂഹമഠത്തിൻ്റെ കർമാചാര്യനാണ്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ അവസാനിച്ച 12ാമത്തെ വാസ്തുശാസ്ത്ര പഠന ശിബിരങ്ങൾക്ക് ശേഷം ഇന്നാണ് കർമ്മപഥത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം എന്ന സ്ഥലത്തെ വലിയിടത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ്. ഈ ക്ഷേത്രത്തിലെ ഓഫീസിൽ നിന്നാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ നവരാത്രി വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഉത്സവമാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും വർഷങ്ങളായി മുടങ്ങിപ്പോയിരിക്കുന്ന അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്ഷേത്രം വലിയിടത്തിൽ തറവാടിലെ സജ്ജനങ്ങൾ പുനർനവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വബ്രഹ്മ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചാനൽ മുഴുവൻ കാണുന്നതിന് മുമ്പായി തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പ്രിയമുള്ളവരെ, ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം പഞ്ചഭൂതങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഗോചരമാകും, നമുക്ക് അനുഭവപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്, നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം പഞ്ചഭൂതങ്ങളുണ്ട്, ആ പഞ്ചഭൂതങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കപ്പെടുന്നത്. പഞ്ചോപചാര പൂജയാണ് വിശ്വബ്രഹ്മ അല്ലെങ്കിൽ വിശ്വകർമ്മ സനാതനധർമ്മത്തിൽ വളരെ കാലം മുമ്പേ തന്നെ നിലനിന്നിരുന്നത്. പഞ്ചഭൂതങ്ങളിൽ പ്രത്യക്ഷമായിരിക്കുന്ന ദേവതാ സംഗ്രഹമുള്ള അല്ലെങ്കിൽ സൃഷ്ടിയുടെ കാരണകനായിരിക്കുന്ന അഗ്നിയെയാണ് ഏറ്റവും പ്രാധാന്യമുള്ള പഞ്ചഭൂതം. അഗ്നി നമ്മുടെ ഉള്ളിൽ ആത്മാവായിട്ടും അതേപോലെ തന്നെ ജഡരാഗ്നിയായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ചലനത്തിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണിക് തരംഗങ്ങളെ സൃഷ്ടിക്കുന്ന സ്ഫുല്ലിംഗങ്ങളായിട്ടും 3 തരത്തിൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവശരീരത്തിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹിരണ്യഗർഭം എന്നും ഇതിനെ പറയുന്നത്. അതായത് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവയുടെ തുടക്കം അഗ്നിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അഗ്നിയെ നമ്മൾ കൂടുതലായിട്ട് പഴയ കാലഘട്ടത്തിലും ഇന്നും നമ്മൾ കൂടുതലായിട്ട് അതിനെ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഹോമങ്ങളായിട്ടും ഹവനങ്ങളായിട്ടും നമ്മുടെ ഗൃഹങ്ങളിലും ക്ഷേത്രങ്ങളിലും ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്നത് അഗ്നിയെ തന്നെയാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ഭൂമി എന്നുള്ളത്. നമ്മുടെ ഒരു സ്വയംഭൂ വാസ്തുവിൻ്റെ നിരതി കോണിലാണ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് ഭൂമിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഏതൊരു പ്ലോട്ടിൻ്റെയും, അതായത് നമ്മൾ വിശ്വബ്രഹ്മത്തിനെ ആവാഹിച്ച് ശംഖു സ്ഥാപിച്ചിരിക്കുന്ന ഏതൊരു പ്ലോട്ടിൻ്റെയും നിരതി കോണിലാണ് നമ്മുടെ ഭൂമിയുടെ വാസസ്ഥലം. അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മറ്റു സ്ഥലത്തിനെ, നമ്മുടെ പ്ലോട്ടിലുള്ള മറ്റു സ്ഥലങ്ങളിലെക്കാട്ടും ഉറച്ച സ്ഥലമായിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം, പഞ്ചപാണ്ഡവ യുദ്ധത്തിൽ ഭീമൻ തൻ്റെ ഭൂമിയിലാണ് തൻ്റെ ശക്തി സ്വരൂപിച്ച് വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഇടുപ്പ് എല്ലിൻ്റെ ഉള്ളിൽ, അതായത് ഇടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തുടയെല്ലിൻ്റെ ഉള്ളിലായിട്ടാണ് ഭൂമിയെ മനുഷ്യനിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഭൂമി ഏറ്റവും കൂടുതൽ ഗാഢതയുള്ളതും നമ്മുടെ ശരീരത്തിനെ നിലനിർത്തുന്നതുമായിട്ടുള്ള ഭാഗത്തിനെയാണ് ഭൂമി ഭാഗം എന്ന് മനുഷ്യ ശരീരത്തിനെ കുറിച്ച് പറയുക. അതേപോലെ തന്നെ അടുത്തത് ആകാശമാണ്. ആകാശം എന്ന് പറയുന്ന വസ്തുത നമ്മുടെ ബ്രഹ്മവുമായിട്ട്, നമ്മുടെ ആത്മാവിനെ പരബ്രഹ്മവുമായി ബന്ധപ്പെടുത്തുന്ന ശക്തികളെയാണ്. നാസിക മുതൽ ഹൃദയത്തിലെ താളം വരെ തുടങ്ങിയിട്ടുള്ള, അതായത് സഹസ്രാര പത്മം മുതൽ നാസിക മുതൽ അത് ഹൃദയം വരെ നീണ്ടു നിൽക്കുന്നതാണ് ആകാശ ഭാഗമെന്ന് പറയുന്നത്. ഒരു നിർമ്മിതിയെ സംബന്ധിച്ചിടത്തോളം ആ നിർമ്മിതിയുടെ ബ്രഹ്മഭാഗത്ത് നിന്ന് ആരംഭിച്ച്, അതായത് കിഴക്ക് നിന്ന് ആരംഭിച്ച് നമ്മുടെ വസ്തുവിൻ്റെ ബ്രഹ്മാണ്ഡ ബിന്ദുവിലേക്ക്, അതായത് സെൻട്രൽ കോറിലേക്ക് എത്തിപ്പെടുന്ന ഭാഗമാണ്. ആ ഭാഗത്തിൽ ആണ് പഞ്ചഭൂതം, അവിടെയാണ് നിലനിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക, ആകാശ പഞ്ചഭൂതം. ഇനി നമ്മെ ചലിപ്പിക്കുന്നതും നമ്മളെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ ആയിട്ടുള്ള വായു പഞ്ചഭൂതം നിലനിൽക്കുന്നത് നമ്മുടെ 2 ലങ്സുകളിലുമായിട്ടാണ്. അതായത് നമ്മുടെ ഹൃദയം പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് ഇടതു ഭാഗത്തും സ്ത്രീകളെ സംബന്ധിച്ച് വലതുഭാഗത്തേക്കും സ്ലൈറ്റായിട്ട് ഗമിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. ഇതേപോലെ തന്നെ വായു
എപ്പോഴും നമ്മുടെ ഉദരത്തിന് മുകളിലായിട്ട്, അതായത് ഹൃദയത്തിന് താഴെയായിട്ട് വായുകോണിൽ തന്നെയാണ്, ഒരു ശരീരത്തിൻ്റെ നിരുതി കോണിൻ്റെ നേരെ ഓപ്പോസിറ്റ് വായുകോണിൽ തന്നെയാണ് ഒരു ശരീരത്തിൽ വായു സ്ഥാനമുള്ളത്. ആ സ്ഥാനം നമുക്ക് എപ്പോഴെങ്കിലും ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഒരു ചെറിയ ഘടകമെങ്കിലും നമുക്ക് പൂർണ്ണമാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ സർവാംഗ ശരീരത്തിലുമുള്ള ചലനശേഷി നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. പല രോഗങ്ങളുടെയും പ്രധാനപ്പെട്ട തുടക്കം തന്നെ വായുവിൻ്റെ ലഭ്യതക്കുറവിലൂടെയാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിർമ്മിതിയിലെ വായു ഘടകം എന്ന് പറയുന്നത് വായു കോണിൽ നിന്നും ബ്രഹ്മത്തിലേക്കുള്ള ബന്ധവും അതേപോലെ തന്നെ വായു കോണിൽ നിന്ന് അഗ്നിയിലേക്ക് ഇല്ലാത്ത ബന്ധവുമാണ് ചലനാത്മകതയെ കാണിക്കുന്നത് എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഭൂതം എന്ന് പറയുന്നത് ജലഭൂതമാണ്. ഒരു ശരീരത്തിൽ സർവാംഗ വ്യാപിച്ചു കിടക്കുന്ന ഭാഗമാണ് ജലഭൂതം എന്ന് പറയുന്നത്. ഈ ജലഭൂതത്തിൻ്റെ ഒരു പ്രത്യേകത ശുദ്ധി അശുദ്ധി എന്നുള്ളത് കൃത്യമായിട്ട് വ്യവസ്ഥ ചെയ്യുന്ന ഒരു പഞ്ചഭൂതമാണ് ജലമെന്ന് പറയുന്നത്. പിത്തരസം, അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ജലം, രക്തം തുടങ്ങിയ 3 രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ ജലഭൂതം നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ ഒരു നിർമ്മിതിയെ സംബന്ധിച്ചിടത്തോളം നിർമ്മിതിക്കകത്തുള്ള മലിന വസ്തുക്കളെ ഓവിലൂടെ പുറന്തള്ളപ്പെടണം എന്നുള്ളതാണ്. തറയ്ക്ക് മുകളിലായിട്ട് നിലനിൽക്കുന്ന തറയോട് ചേർന്ന് നിലനിൽക്കുന്ന ഓവിലൂടെ പുറന്തള്ളപ്പെടുകയും ശുദ്ധമായ ജലത്തിനെ ബ്രഹ്മവുമായി ബന്ധപ്പെടുത്തുകയും ഒരു നിർമ്മിതിയിൽ വളരെ അത്യാവശ്യവുമാണ്. ഈ തരത്തിൽ പഞ്ചഭൂതങ്ങളെ പഞ്ചോപചാര പൂജ ചെയ്ത് നമ്മൾ സാധകം ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തുള്ള പഞ്ചഭൂത ക്രമം കൃത്യമായിട്ട് നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഓം നമോ വിരാട്. വിശ്വബ്രഹ്മണേ നമഃ.